ഇവിടെ ഇന്ന് ചാനലുകൾ വരുന്ന വാർത്ത ഞാൻ ഒരിക്കലും കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു യാഥാർത്ഥ്യം എന്നുള്ളത് രാവിലെ ഒരു വാർത്ത സംപ്രേഷണം ചെയ്യും, ആ കാര്യം വൈകുന്നേരം ചർച്ച ചെയ്യും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ സത്യമുണ്ടോ അസത്യമുണ്ടോ ഒന്നും നമുക്ക് അറിയുന്നില്ല. രാവിലെ എന്തെങ്കിലും നേരെ വൈകുന്നേരം 9 മണിക്ക് നിന്ന് ചർച്ച ചെയ്യും. പലപ്പോഴും ആ പല ചർച്ചകളും തെറ്റിദ്ധാരണ ഉളവാക്കുന്നതാണെന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പലപ്പോഴും അതിനകത്ത് ആ വാർത്തയുടെ സത്യം എന്താണ്, പൊള്ളെന്താണെന്നും അങ്ങനെ വാർത്തകൾ സംപ്രേഷണം ചെയ്ത് പോകുന്ന സാഹചര്യങ്ങൾ ഈ മുഖ്യമന്ത്രി പല വേദികളിലും പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബ്രേക്കിംഗ് ന്യൂസും ഫ്ലാഷ് ന്യൂസും യഥാർത്ഥ ബ്രേക്കിംഗ് വല്ല ഫ്ലാഷും അല്ല. ഇല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കും. അത് കാണുവാൻ താല്പര്യമായി നമ്മൾ വരുന്നു. ഇത് പലപ്പോഴും യഥാർത്ഥ സത്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മാധ്യമ ധർമ്മം. ആ മാധ്യമ ധർമ്മത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആർക്കും മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. സത്യം ജനങ്ങളിലേക്ക് എത്തിക്കണം. എന്തുമാവട്ടെ ആ സത്യം അതിന്റെ യാഥാർത്ഥ്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വം നമുക്ക് മാധ്യമങ്ങൾക്കുണ്ട്. അത് തുടർന്ന് നമുക്ക് മാധ്യമങ്ങളിലൂടെ പ്രതിഫലിക്കണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഞാൻ സ്വഭാവമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് കടന്ന് അല്ലെങ്കിൽ ഒരു പൊതുരംഗത്ത് ഒരു ഔദ്യോഗിക ചുമതല വന്ന് മാസങ്ങൾ മാത്രമേ പിന്തുടരുന്നു. എൻ്റെ ഒരു കാഴ്ചപ്പാട് പുതുതായിട്ട് വരുന്ന ഈ പൊതുരംഗത്തെ കടന്നു വരുന്ന അല്ലെങ്കിൽ മറ്റു മേഖലകളിൽ കടന്നു വരാൻ ആഗ്രഹിക്കുന്ന അവരൊക്കെ ചിന്തിക്കുന്നത് സമാന രീതിയിൽ തന്നെയാണ് ഞാൻ കരുതുന്നത്. സത്യം ജനങ്ങളിലേക്ക് എത്തിക്കുക, അതാണ് മാധ്യമധർമ്മം. അതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു കാര്യത്തെ നമ്മൾ കിട്ടുന്ന എവിടെന്നെങ്കിലും കിട്ടുന്ന ഒരു ഹിയർസ് അറിവ് എവിടെന്നെങ്കിലും കേട്ടുകേൾവി, ആ കേട്ടുകേൾവി എടുത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നു. അത് ഒരിക്കലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സമയമില്ല. അത് തെറ്റിദ്ധാരണകളിലേക്ക് പോകും. അത് കൂടുതൽ കൺഫ്യൂഷൻസ് സമൂഹത്തിൽ സൃഷ്ടിക്കും. അത്